Yes. Hello guys. ആരൊക്കെയാ വന്നിരിക്കുന്നേ നോക്കിയേ എന്റെ പെണ്ണെവിടെ ഡെസ്റ്റർ എവിടെ? യെസ് എവറിത്തിങ് സെറ്റ്. എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾക്ക് +1 +2 ക്ലാസ് ഒക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. തുടങ്ങിയില്ലേ? യെസ് തുടങ്ങി. നമ്മൾ എന്താക്കും? ഇന്ന് മുതൽ നമ്മളെ വീഡിയോസ് ഇട്ട് തുടങ്ങും. ബട്ട് നമ്മളെ വീഡിയോസ് നമ്മളെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കണം? കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? സീക്രട്ട് റിവീൽഡ്. ഞാൻ പറഞ്ഞു തരും ഒരുപാട് മെത്തേഡ്സ്. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് നമ്മൾ കുറേ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നമ്മളെ പഠന രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ടോപ്പർ ആവുന്നത്. നമുക്കെന്താ പോവല്ലേ? വീഡിയോയിലേക്ക് പോവല്ലേ? ലെറ്റ്സ് ഗോ. നിങ്ങൾ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? യെസ് ബ്ലാക്ക് ഇങ്ക്. എന്തിനാടാ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ. നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ആണ്. യെസ്. നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്. ബട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാടാ? യെസ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വന്നതും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? യെസ്, അച്ചീവ്മെന്റ്സിന് വേണ്ടിയല്ലേ? നിങ്ങൾ വന്നതും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി. ബട്ട് ഈ അച്ചീവ്മെന്റ്സ് നേടുന്നത് 2 ടൈപ്പ് ആൾക്കാരാ. യെസ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ ആരാ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങൾ അതുകൊണ്ടല്ലേ ശ്രദ്ധിച്ചിരിക്കുന്നത്. സ്കിൽഫുൾ പീപ്പിൾസ് അച്ചീവ്മെന്റ്സ് നേടുക ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ് സ്കിൽഫുൾ പീപ്പിൾസ്. എന്ത് പറയാ? പാട്ട് പാടുന്ന ആൾക്കാർ, സ്പോർട്സിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡാൻസേഴ്സ്, ഇവരൊക്കെയാണ് എന്ത് അച്ചീവ്മെന്റ്സ് നേടുക. ആ സ്കില്ല് അല്ലെ എഡിറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ബട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിനാണോ? അല്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നത് എന്തിനാ? അച്ചീവ്മെന്റ്സ് നേടാരാ? രണ്ടാമത്തത് ഞാൻ പറഞ്ഞുതരാം. യെസ്, ടോപ്പേഴ്സ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാ? ടോപ്പർ ആവാനല്ലേ? ടോപ്പർ ആവിറ്റ് അച്ചീവ്മെന്റ്സ് നേടാനല്ലേ? യെസ്. ഈ ടോപ്പർ ആവാൻ കുറച്ച് നിങ്ങളെ സ്റ്റഡീസിൽ കുറച്ച് മെത്തേഡ്സ് എന്താക്കുക, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഒരു ഏവറേജ് സ്റ്റുഡൻറ്റിനേക്കാളും ടോപ്പേഴ്സ് യൂസിങ് സിമ്പിൾ ട്രിക്സ് ഇൻ ദെയർ സ്റ്റഡീസ്. ആ ട്രിക്സ് നമ്മളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഒരു ടോപ്പർ ആവാം. നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. എടാ, അതിൽ ഒന്നാമത്തെ ആളാ എന്തിനാ പറഞ്ഞു തരടാ. യെസ്, പെർഫെക്റ്റ് നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാണാൻ മുഞ്ചുള്ള നോട്ടല്ല കേട്ടോ, നല്ലൊരു നോട്ട് ഉണ്ടായിരിക്കും. ഈ നോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ അല്ലെ നമ്മളെപ്പോലെ നോട്ടിൽ തന്നെ ഒന്നിൽ കെമിസ്ട്രി, അതിൽ തന്നെ ഫിസിക്സ്, അതിൽ തന്നെ ബയോളജി, അതിൽ തന്നെ മാത്സ്, അതിൽ തന്നെ മലയാളം, അതിൽ തന്നെ ഇംഗ്ലീഷ്, അങ്ങനല്ല. ഇതിപ്പോൾ ഒരു ഫിസിക്സിന്റെ നോട്ടാന്ന് വെച്ചോ, അവരെ കയ്യിൽ ആ നോട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാവും, തിയറീസ് ഉണ്ടാവും, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഉണ്ടാവും, ടിപ്സ് ഉണ്ടാവും, ട്രിക്സ് ഉണ്ടാവും, എവറിത്തിങ് അതിൽ ഉണ്ടാവും. അത് കാണാൻ ഭയങ്കര ഷെഡ്യൂൾഡ് ആയിരിക്കും, നീറ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറിയൊക്കെ എഴുതിയതിന് ശേഷം അതൊക്കെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതിയതിനു ശേഷം അത് നല്ല കള്ളിയിലാക്കിയിട്ടുണ്ടാവും, അത് നല്ല ഗ്യാപ്പ് ഇട്ട് എഴുതിയിട്ടുണ്ടാവും. സൈഡ് നീറ്റ് എന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ സൈഡ് എൻഡിങ് എഴുതി നല്ല അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, നല്ല മാർജിനൊക്കെ വരഞ്ഞിട്ടുണ്ടാവും. ഒരു ഷെഡ്യൂൾഡ് ആയിരിക്കും ആ നോട്ട്. ആ നോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. ആ നോട്ടല്ലേ നിങ്ങൾ അയപ്പിക്കല് ആരെ കൊണ്ട്? എക്സാം ഒക്കെ ആകുമ്പോൾ ഓരോരുത്തരെ കൊണ്ട് അയപ്പിച്ച് ഇടലില്ലേ? അത് അങ്ങനത്തെ നോട്ടല്ലേ? അതിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ നോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖത്ത് പഠിക്കാം. ഒന്നാമത് ഈ പെർഫെക്റ്റ് നോട്ടിന്റെ വേറെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിന് 10ാം ക്ലാസ്സിന്റെ സമയത്ത് എത്ര സമയം പഠിക്കലുണ്ട്? ഒരു ഏവറേജ് ഒരാൾ ഒരു 5 മണിക്കൂർ കൂട്ടാം. ഒരു 5 മണിക്കൂർ 10ാം ക്ലാസ്സിന്റെ സമയത്ത് പഠിക്കലുണ്ട് എന്ന് വെച്ചോ. ഇതിന് നിങ്ങൾ എത്ര സമയം ഒരു നോട്ട് എഴുതാൻ ചിലവാക്കുന്നുണ്ട്? ഒരു യൂട്യൂബ് ചാനൽ നോക്കി നോട്ട് ചെയ്തെടുക്കാൻ ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും അയപ്പിച്ച് അവൻ കണ്ട് അത് നിങ്ങളിലേക്ക് എത്തി അത് നിങ്ങൾ നോട്ട് പകർത്താൻ ഒരു സമയം, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ടെലിഗ്രാം പേജ് അങ്ങനത്തെ ഓരോ പേജുകളിൽ അല്ലെങ്കിൽ ഓരോരുത്തർ അയച്ച നോട്ടൊക്കെ വെച്ച് നിങ്ങൾ എഴുതിയെടുക്കാൻ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ 5 മണിക്കൂറിൽ നിന്ന് 3 to 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂട്ടിക്കോ, 3 മണിക്കൂർ നിങ്ങൾ നോട്ട്സിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്.
മനസ്സിലായോ? ഈ 3 മണിക്കൂർ നോട്ട്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 മണിക്കൂർ എന്തുള്ളൂ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അത് നിങ്ങൾ എന്താ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അതേ സ്ഥാനത്ത് ഒരു ടോപ്പർ, അല്ലെങ്കിൽ ഒരു ടോപ്പർ അല്ല, ഒരു സ്റ്റുഡൻറ് എന്ന് വെച്ചാൽ നിങ്ങൾ അവനെ കാണാം എക്സാമിൻ്റെ സമയത്ത് അവനിങ്ങനെ ഉഴപ്പി നടക്കുന്നുണ്ടാവും, പിന്നെ എന്താ പറയുക ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടാവും. ബട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അവൻ്റെ ഗ്രാഫ് ഒറ്റ പോക്കാ, നിങ്ങൾ ഞെട്ടിപ്പോയിക്കുണ്ടാവും. അതേ സ്ഥാനത്ത് നിങ്ങൾ 10 മണിക്കൂറും 12 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് അത്ര പോലും റിസൾട്ട് കിട്ടാത്തതായിട്ടും കാണുന്നുണ്ടാവും. അതെന്തുകൊണ്ടാ? അവരെ കയ്യിൽ ഈ ഉഴപ്പി നടക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തുണ്ട്? പെർഫെക്റ്റ് നോട്ട് ഉണ്ട്. അവർ എക്സാമിന്റെ സമയത്ത് അവർ ആണെങ്കിൽ നിങ്ങളെ ഒരു 3 മണിക്കൂറാ പഠിക്കുന്നുള്ളൂ എന്ന് വെച്ചോ. ഏത് 3 മണിക്കൂർ സമയം പഠിക്കുന്നുള്ളൂ എന്ന് വെച്ചോ. ആ 3 മണിക്കൂർ അവർക്ക് എന്താ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് അത് നോക്കി പഠിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? നിങ്ങൾ 5 മണിക്കൂർ പഠിക്കാതിരുന്നപ്പോൾ 2 മണിക്കൂർ എഫക്റ്റീവ് ആകുന്ന സമയത്ത് അവർ 3 മണിക്കൂർ പഠിക്കാതിരുന്ന സമയത്ത് 3 മണിക്കൂർ എഫക്റ്റീവായി. നിങ്ങളെക്കാട്ടും 2 മണിക്കൂർ അവർ കുറച്ചിരുന്നു എങ്കിൽ പോലും നിങ്ങളെക്കാട്ടും 1 മണിക്കൂർ അവരെന്തായി എഫക്റ്റീവാക്കി യൂസ് ചെയ്തു. അപ്പോൾ ഈ പെർഫെക്റ്റ് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അവസാന ഘട്ടം നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ എല്ലാ നോട്ടും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതങ്ങ് വായിച്ചാൽ അല്ലേ പഠിച്ച് പോയാൽ പോരെ. അതാണ് എന്ത് ഒന്നാമത്തെ പോയിന്റ്, ദ പെർഫെക്റ്റ് നോട്ട്. അടുത്ത് നമുക്ക് എന്താക്കാം, രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. എടാ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാട്ടോ. നിങ്ങൾക്ക് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാണ്ട് ഞാനിവിടുന്ന് പറഞ്ഞ് ഞാൻ പോകും. നിങ്ങൾ ഇതൊക്കെ എന്താക്കുക, പോസ് ചെയ്ത് എഴുതിയെടുക്കാം. അടുത്ത എന്തുവാടാ? ഒന്ന് നമ്മൾ പറഞ്ഞു, ലെറ്റ്സ് ഗോ. അടുത്ത എന്തുവാടാ? ഞാൻ പറഞ്ഞുതരാ, പേരൊക്കെ കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യം. ഇതൊക്കെ പറഞ്ഞുതരാനുള്ള ഞാൻ ഇവിടെ വന്നിരിക്കണേ. എന്തുവാടാ? ആക്റ്റീവ് റീകോൾ. ആക്റ്റീവ് റീകോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെന്താക്കുക, കുറേ സമയം പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല, ബട്ട് അവർക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവും. അത് എന്തുകൊണ്ടാ? അവരെങ്ങനെയാ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 3 ദിവസമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് കേട്ട് നിങ്ങൾ ക്ലാസ് കേട്ടെന്ന് വന്നെന്ന് നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ വന്ന സാധനം, ആ ക്ലാസ് കേട്ട സാധനം എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ആവുക? ഷോർട്ട് ടൈം മെമ്മറി ആയിട്ടാണ് എന്താവുക, നിങ്ങൾ പഠിക്കുന്ന സാധനം സ്റ്റോർ ആവുക. അത് നമ്മൾ എന്താക്കണം, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ചെന്ന് വെച്ചോ. ഇതൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു 3 ദിവസം, ഇതൊരു 10 ദിവസം, ഇതെന്താക്കുക ഇങ്ങനത്തെ ഒരു 1 മന്ത്. ഇതാണ് കാലാവധി. ഇവിടെയാണ് എന്ത് നിങ്ങളെ മെമ്മറി പവർ ഇരിക്കുന്നത്. ഇതാണ് മെമ്മറീൻ്റെ ലൈന്, ഇതാണ് കാലാവധി. നിങ്ങൾ ഫസ്റ്റ് ദിവസം പോയി, ഇതാണ് ആദ്യത്തെ ദിവസം, ഇതൊന്ന് കൂട്ടിക്കോ. ഫസ്റ്റ് ദിവസം പോയെന്ന് നിങ്ങൾ മെമ്മറി മാക്സിമം ആയിട്ട് സ്റ്റോർ ചെയ്ത്, നിങ്ങൾ ആ പഠിക്കുന്ന സാധനം മാക്സിമം ആയിട്ട് സ്റ്റോർ ചെയ്ത്, എന്ന് വെച്ചാൽ ഇത് മാക്സിമത്തിലാണ് ഉള്ളത്. ബട്ട് 3 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അത് മെല്ലെ എന്താവും, മറന്നു തുടങ്ങും. അതൊരൊറ്റ കുറയല മെല്ലെ. 3 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മെമ്മറി പവർ എവിടെ എത്തും? ഇവിടെ എത്തും. എന്ന് വെച്ചാൽ ഇത്ര ഓർമ്മയുള്ള സാധനം ഇത്രയിലേക്ക് കുറഞ്ഞു പോകും. ബട്ട് അന്ന് നീ ഒന്നുകൂടിയും ബൂസ്റ്റ് ചെയ്തെന്ന് വെച്ചോ. അന്ന് നീ ഒന്നുകൂടി അതെടുത്ത് വായിച്ച് സെയിം സാധനം, ആ പവർ എവിടെ എത്തും? എന്ന് വെച്ചാൽ ആദ്യത്തെ അത്ര തന്നെയാവും, നിങ്ങൾ പഠിച്ചെന്നുള്ള അത്ര തന്നെ സ്റ്റോറായി. ബട്ട് ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഈ കുറയുന്ന റേറ്റ് ഇല്ലേ, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ കുറയുന്ന പോലെ അല്ല. നിങ്ങൾ എന്താക്കുക, ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക്, പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താവും, ആ കുറയുന്ന റേറ്റ് കുറയും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാലം കിട്ടും ഈ ഓർമ്മ. അപ്പോൾ മെല്ലെ കുറഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും എന്താക്കി, ഒന്ന് തട്ടിക്കൊടുത്ത്. അത് പിന്നെ നേരെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അത്ര തന്നെ ഓർമ്മയിലേക്ക് എത്തി. അത് പിന്നെ ഒരു മാസത്തേക്കൊക്കെ എന്താവും നിങ്ങൾക്ക് വീണ്ടും കിട്ടും. എന്ന് വെച്ചാൽ മെല്ലെ അത് കുറയും. ഇതാണ് എന്ത്, ഈ 3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ആ ടോപ്പിക് എടുത്ത് വായിക്കുക, 10 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ആ ടോപ്പിക് തന്നെ വായിക്കുക, പിന്നെ 1 മാസം കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ടോപ്പിക്കൊക്കെ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഒരുപാട് കാലത്തേക്ക് കിട്ടും. അതാണ് എന്ത്, ഷോർട്ട് ടൈം മെമ്മറി അവരെന്താക്കും, ലോങ് ടേം മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവർക്ക് കുറെ കാലത്തേക്ക് അത് ഇങ്ങനെ ഇടക്കിടക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതെന്താവും, ലോങ് ടേം ആയിട്ട് സ്റ്റോർ ആവും. അപ്പൊ എക്സാമിന് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ലെറ്റ്സ് ഗോ സുരസുരേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ എന്താക്കുക, അത് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുകൂടി തലേന്നൊന്ന് വായിച്ചു പോയാൽ മതി. നിങ്ങളാ എടുക്കുന്നതിൻ്റെ എഫേർട്ടിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഇപ്പോൾ പഠിക്കുന്നെന്ന് വെച്ചോ. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ട് അന്ന് തന്നെ നിങ്ങൾ പഠിച്ച് 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടിയും പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ എടുക്കുന്നതിൻ്റെ 10-1 എഫേർട്ട് എടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് എടുക്കുന്നതിൻ്റെ 10-1 എഫേർട്ട് എടുത്താൽ മതി.
ഞാൻ പറഞ്ഞ പോലെ ആക്റ്റീവ് റീകോൾ വെച്ച് പഠിക്കുന്ന ഒരാൾ. മനസ്സിലായോ? ഇതാണെന്ത് ആക്റ്റീവ് റീകോൾ. ഇനി അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. അത് നല്ലൊരു പോയിന്റാണ്. ഇത് ഞാൻ മയക്കാട്ടോ. നിങ്ങൾ എന്താക്കുക, വേണ്ടവരെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും എഴുതിയെടുക്കുക, വേണ്ടവരെ എഴുതിയെടുക്കുക. അടുത്ത പോയിന്റ് എന്താണ് അറിയടാ? അടുത്ത പോയിന്റാണ് നല്ല നല്ല നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർക്കില്ല. 7 to 8 hours of sleep. ഞാനിത് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ആർക്കും 7 to 8 hours സ്ലീപ്പ് ഇല്ലാന്നാ. കുറേ പേര് 7 to 8 hours കൂടുതലാണ് എന്ത് ഉറക്കം. കുറേ പേര് 7 to 8 മണിക്കൂറിലും എന്താണ് കുറവാണ് ഉറക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ആർ ഡേഞ്ചർ. കൂടുതലും ഉറങ്ങുന്നതും കുറച്ചുറങ്ങുന്നതും വളരെ വിഷയമുള്ള കാര്യമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ആണല്ലോ പഠിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനാണോ, ഈ ബ്രെയിനിലാണല്ലോ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടത്തില്ല. കാരണം പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നതപ്പാ നല്ലോണം ഉറങ്ങുന്ന സമയത്താണ്. ആ ഉറക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ നിൽക്കുന്നത് ഈ ലോങ് ടൈം മെമ്മറിയാണ് നിങ്ങളുടെ തലയിൽ സ്റ്റോർ ആവേണ്ടത്. സ്റ്റോർ ചെയ്തത് മെമ്മറി എന്താവും, നല്ലോണം ബ്രെയിന് വർക്ക് ചെയ്യും നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയം. ഓക്കെ, അപ്പം എന്താക്കുക, 7 to 8 hours സ്ലീപ്പ് മസ്റ്റ് ആക്കുക. 8 hours ഇല്ലെങ്കിൽ മിനിമം 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങുക. ഈ ഉറക്കം കൂടുതലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ ദിവസം 12 മണിക്കൂറൊക്കെ ഉറങ്ങും. 12 hour. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വീണ്ടും ഒരു 4 മണിക്കൂറോളം റെസ്റ്റ്. മൊത്തത്തിൽ ഒരു 16 മണിക്കൂർ. അതിൽ 4 മണിക്കൂർ കൂടി അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 20 മണിക്കൂർ അവരെന്തായി? 24 മണിക്കൂറിൽ 20 മണിക്കൂർ അവരെങ്ങനെയോ പോയി. 20 മണിക്കൂർ. ബാക്കി അവർക്ക് 4 മണിക്കൂറേ ഉള്ളൂ. അതവിടെ പോയി ഇവിടെ പോയി അതെന്താവും എന്ന് വെച്ചാൽ ഒരു ദിവസം വെറുതെ കളയും. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒരു കിളി പോയ അവസ്ഥയാണ്. അതെന്താക്കരുത് നിങ്ങളെ ലൈഫിൽ വരരുത്. കാരണം നിങ്ങളെ സ്റ്റഡി ജേണിയിൽ വരരുത്. മിനിമം 6 hours എങ്കിലും ഉറങ്ങുക. അടുത്ത ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് പറഞ്ഞപ്പോൾ ഓർത്തെ, അത് നല്ലൊരു പോയിന്റ് ആട്ടോ. ടൈം മാനേജ്മെന്റ്. അല്ല ഇത് വേണ്ട, ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊന്നും ഓർമ്മിക്കണം. അടുത്ത പോയിന്റ് ആണ് എന്താടാ, ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. ടൈം മാനേജ്മെന്റ്. അടുത്തതാണ് എന്താടാ, DPPs ആൻഡ് PYQs. എന്താടാ DPP, എന്താടാ PYQ? ഇതൊന്ന് മയക്കട്ടെടാ. Be serious. എന്തുവാടാ DPPs? DPPs എന്ന് വെച്ചാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യണം. ഈ ആക്റ്റീവ് റീകോൾ എന്ന് വെച്ചാൽ ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ പഠിച്ച സാധനം സെയിം ബുക്കിലുള്ള സാധനം ഇങ്ങനെ വായിച്ച് നോക്കലല്ല, ആ തിയറി ഒന്നും പഠിക്കലല്ല ഈ ആക്റ്റീവ് റീകോൾ. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? സാർ അന്ന് പരീക്ഷയ്ക്ക് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സാറേ അതെന്ന് വെച്ചാൽ സാറേ അതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? അല്ല, നിങ്ങളൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ എന്താക്കോ നിങ്ങൾ ആൻസർ ചെയ്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ മുമ്പ് നടത്തണ്ടേ? യെസ്, അതാണ് ഞാൻ ഈ പറഞ്ഞ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. ഈ 3 ദിവസമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി തട്ടിക്കൊടുക്ക്, അല്ലെ 10 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടിയും തട്ടിക്കൊടുക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് പഠിക്കല്ല വേണ്ടത്. ഈ സമയം നിങ്ങൾ എന്താക്കുക, ആ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലംസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ആയിക്കോട്ടെ, ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ല, അതിൽ നിന്ന് ഏത് ടൈപ്പ് പ്രോബ്ലം വരുന്നോ അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യം ഓർമ്മയുണ്ട്, ഏതൊക്കെ കാര്യം ഓർമ്മയില്ല. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഇതേ ടൈപ്പ് ഒന്നാമത് ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. പ്രീവിയസ് ഇയർ ആയിട്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ അവർ യൂഷ്വലി ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ആണ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് ശീലമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതെന്താക്കുക, എക്സാമിന് ഞാൻ പറഞ്ഞ പോലെ പോയിട്ട് ശുരുശുരേ എന്ന് എഴുതിയിട്ട് എന്താക്കുക, നല്ല മാർക്കും മേടിക്കാം. നിങ്ങൾക്ക് നല്ല അറിവും കിട്ടും. അപ്പം എന്താക്കുക, ആക്റ്റീവ് റീകോളിന്റെ സമയത്ത് നിങ്ങൾ എന്താക്കുക, പ്രോബ്ലംസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എന്താക്കുക, ഈസിയാണ്. പിന്നെ PYQs എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് PYQs. ഞാൻ നേരത്തെ പറഞ്ഞത് ബോർഡ് എക്സാം ഒക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പാറ്റേണിലുള്ളതാണ് എന്ത് തരിക, നിങ്ങൾക്ക് എക്സാമിന് വരിക എന്ന് വെച്ചാൽ അത് പാറ്റേണിൽ നിന്ന് സെയിം സാധനം അല്ല കേട്ടോ, ആ പാറ്റേൺ ഉണ്ട് അതിനൊരു.
അപ്പൊ അതിൽ നിന്നാണ് എന്ത് PYQs വരിക. അല്ല അതാണ് എന്ത് PYQs. ആ പാറ്റേണിൽ നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സുഖം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ല അറിവും കിട്ടും. അപ്പൊ എന്തായി ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും PYQസും. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്താ, അതാണ് ടൈം മാനേജ്മെന്റ്. എടാ നിങ്ങളെ ദിവസം എത്ര മണിക്കൂറുണ്ട് നിങ്ങൾക്കറിയോ? അതറിയാം, വെരി ഗുഡ്. 24 മണിക്കൂർ. അതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 12 മണിക്കൂർ ഉറങ്ങി വെച്ചോ. ബാക്കി എത്ര മണിക്കൂറാ? 12 മണിക്കൂർ. ഓക്കെ ആണോ? ശ്രദ്ധിച്ച് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഈ 12 മണിക്കൂറിൽ നിങ്ങൾ 4 മണിക്കൂറോളം ഫുഡിന് ചിലവാക്കി, ഫുഡ് ഉണ്ടാക്കാൻ, ഫുഡ് കഴിക്കാനൊക്കെ ചിലവാക്കിയെന്ന് വെച്ചോ, ആ പാത്രം കഴുകാൻ ഒക്കെ ചിലവാക്കിയെന്ന് വെച്ചോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 4 മണിക്കൂർ നിങ്ങൾ ചിലവാക്കി. ബാക്കി എത്ര മണിക്കൂറാ? 8 മണിക്കൂർ. ഈ 8 മണിക്കൂറിൽ നിങ്ങൾ 4 മണിക്കൂറോളം, അല്ല 5 മണിക്കൂർ എടുത്തോ, 5 മണിക്കൂർ നിങ്ങൾ ഫോൺ കാണാൻ ചിലവാക്കിയെന്ന് വെച്ചോ. ഓക്കെ ഫൈൻ. ബാക്കി എത്ര മണിക്കൂറാ? 3 മണിക്കൂർ. ഈ 3 മണിക്കൂറിൽ നിങ്ങൾ വീണ്ടും എന്തിനെങ്കിലും ഒരു 2 ഒരു 1.5 മണിക്കൂർ വീണ്ടും എന്തിനെങ്കിലും നിങ്ങൾ ചിലവാക്കിയെന്ന് വെച്ചോ. 1.5 മണിക്കൂർ എന്തിനെങ്കിലും ചിലവാക്കിയെന്ന് വെച്ചോ. ബാക്കി എത്ര ഉണ്ട്? 1.5 അല്ല, നിങ്ങൾ 2 എടുത്തോ. ബാക്കി എത്ര ഉണ്ടടാ? 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂർ നിങ്ങൾ ഡെയിലി കണ്ടെത്തിയാൽ, ആലോചിച്ച് നോക്കി, എന്നിട്ടും നിങ്ങൾക്ക് ബാക്കി 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠനത്തിന് കണ്ടെത്തിയാൽ, എന്ന് വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടി ആഡ് ചെയ്യുക ഈ പോയിന്റ്. യെസ്, കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ 1 മണിക്കൂർ ഡെയിലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താവൂടാ? നമ്മളൊക്കെ എന്തിനാടാ വന്നിരിക്കുന്നേ? ടോപ്പർ ആവാനല്ലേ? നിങ്ങളൊരു ടോപ്പർ ആവും. ഇത് എൻ്റെ 100% ഷുവർ. നിങ്ങൾ ഡെയിലി 1 to 1.5 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? ഒരു ടോപ്പർ ആവും. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം 1.5 മണിക്കൂർ പഠിച്ച് വീണ്ടും 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1.5 മണിക്കൂർ പഠിക്കുന്നതുമല്ല. ഒരു ദിവസം 3 മണിക്കൂർ പഠിച്ച് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 3 മണിക്കൂർ പഠിക്കുന്നതല്ല ഞാൻ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി DPPസും ആക്റ്റീവ് റീകോളും 7 to 8 hours സ്ലീപ്പും പെർഫെക്റ്റ് നോട്ടൊക്കെ ഉണ്ടാക്കാൻ ഈ 1 hour നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ബിക്കം എ ടോപ്പർ. അത് 100% ഷുവറാണ്. പ്രൂവൺ സ്ട്രാറ്റജിയാണ്. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ JEE നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ ഡെയിലി 10 to 12 hours ഒക്കെ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പം ബോർഡ് എക്സാമിനുള്ള ആൾക്കാർക്കാട്ടോ. നിങ്ങൾ 1 hour ഡെയിലി കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ചില ആൾക്കാർ പറയുന്ന കേൾക്കാം, സ്കൂളൊക്കെ പോയി സ്പോർട്സൊക്കെ കഴിഞ്ഞ് ഫുട്ബോളൊക്കെ കളിച്ച് ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്ക് സമയം ഇല്ലാന്ന്. ബട്ട് സമയം ഇല്ലേന്നിട്ടാണോ? അല്ല, സമയം നിങ്ങൾ കണ്ടെത്താനിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കും, 24 മണിക്കൂറിൽ നിങ്ങൾ 12 മണിക്കൂർ ഉറങ്ങി. ബാക്കി 12 മണിക്കൂർ നിങ്ങൾ 4 മണിക്കൂർ ഫുഡിന് ഒഴിവാക്കി. ബാക്കി 8 മണിക്കൂർ നിങ്ങൾ 5 മണിക്കൂറാണ് ഫോൺ കണ്ടത്. ബാക്കി 3 മണിക്കൂർ നിങ്ങൾ 2 മണിക്കൂർ എങ്ങനെയും ചിലവാക്കി കഴിഞ്ഞിട്ട് പോലും 1 മണിക്കൂറുണ്ട്. ഇത് നിങ്ങൾക്ക് ഡെയിലി കണ്ടെത്തി കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ ഈ ടോപ്പർ ആവാന്ന് വെച്ചാൽ ഈ സാധനം ഫോളോ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇത് വളരെ കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ പോലും ഇത് കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ വേണ്ടതാ. ഡിസിപ്ലിൻ ഇതും കൂടിയും വേണ്ടതാണ്. എന്ത് ഇതിന്? അപ്പോൾ ഈ ഡിസിപ്ലിൻ കൂടി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എന്താക്കും? ഫെയിൽ ആവും. ബട്ട് നമ്മളൊക്കെ ഒരു എടുത്തു നോക്കിയാൽ നമ്മളൊക്കെ ഒരു ഏവറേജ് സ്റ്റുഡൻസ്. എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വളരെ വിരളമായ കാര്യങ്ങളാണ്. ഒരു 90% ആൾക്കാർ ഒരു ഏവറേജ് സ്റ്റുഡൻസാണ്. അവർ ടോപ്പറിലേക്ക് എത്തണമെങ്കിലും അവർ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ടോപ്പർ ആകുന്നത്. നിങ്ങൾക്കും ടോപ്പർ ആകണ്ടേ? യെസ്, ടോപ്പർ ആവണം. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നാളെ മുതൽ എന്താക്കുമെന്ന് വെച്ചാൽ +1 ക്ലാസ് തുടങ്ങും. ഞാൻ പറഞ്ഞ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്തുവാ? എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങും. എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ മലയാളം മീഡിയം സ്റ്റുഡൻസ്. കാരണം അവർക്ക് കുറച്ച് ടെർമിനോളജി ഒക്കെ ടേംസ് ഒക്കെ മാറും 10 നിന്ന് +1 വരുമ്പോൾ. അവർക്ക് വെരി യൂസ്ഫുൾ ആണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താ പറയുക, അവർക്ക് ഹെവി തിയറി ഒക്കെ കേട്ട് കാര്യം മനസ്സിലാവാണ്ട വരുന്നത്. ബട്ട് നമ്മൾ എന്താക്കും എന്ന് വെച്ചാൽ
തിയറി ഒക്കെ എന്താക്കും സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താക്കും പറഞ്ഞു തരും. ആൻഡ് നെക്സ്റ്റ് എന്താ അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ കേട്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടൊക്കെ എഴുതി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം എൻ്റെ ടൈം കൊണ്ട് തന്നെ നോട്ടൊക്കെ എഴുതി എടുക്കാനുള്ള ഞാൻ നോട്ടൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ പോവുക. അതൊക്കെ എഴുതി എടുത്ത് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എൻ്റെ എല്ലാ വീഡിയോൻ്റെ അവസാനം ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ആ പ്രോബ്ലംസ് ഒക്കെ ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് അതൊരു ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ ബേസിക് ആയിട്ട് മുതൽ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആൻഡ് ഞാൻ അത് ടിപ്സ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ട് ഞാൻ പ്ലസ് ടുവിലും പ്ലസ് വണ്ണൊക്കെ നല്ല മാർക്ക് മേടിച്ച് പാസ്സായ ഒരാളാണ്. ആൻഡ് കൂടാതെ ഇനി എന്താ പറയുക, നാളെ മുതൽ 8 തുടങ്ങും. നിങ്ങൾക്ക് എന്താക്കുക, എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാടാ. നിങ്ങളോട് ഞാനുണ്ട്, നിങ്ങളോട് ഒരു മെൻറ്ററായിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ ഈസിലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു മെൻറ്ററായിട്ട് നിങ്ങളോട് കൂടിയുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ ഇപ്പോൾ 10 കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു മെയിൻ പ്രശ്നമാണ് എന്ത്, ഇത് ഇംഗ്ലീഷിലേക്ക് മാറുമുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതൊന്നും പേടിക്കേണ്ട, അതിനൊക്കെ പറ്റിയതായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കാണാം. ലെറ്റ്സ് ഗോ. ടാറ്റ.